അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ബറക്കത്താണ് കേട്ടോ. അതേ സമയത്ത് പടച്ചവനെ ഭയപ്പെടാതെ തെറ്റുകൾ വന്നു പോയാലോ, ഇമാം ജാഫഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ, ആൽമാരിൽ ഉദ്ധരിച്ചില്ലേ, ബസറയിലുണ്ടായിരുന്ന ഒരാള് ദക്വാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാലഘട്ടത്തിലെ നേതാവാണ്. മരണം ഹാജരായപ്പോൾ അവിടെ എത്താത്തൊരു മനുഷ്യനുമില്ല, മയ്യിത്ത് നിസ്കാരത്തിനെത്താത്ത ആളുകളില്ല. മരണമൊക്കെ കഴിഞ്ഞ് ജനാസയൊക്കെ നിസ്കരിച്ച് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ അതാ മഹാനൊരു സ്ഥലത്ത് കിടക്കുകയാണ്. ആകാശലോകത്തിൽ നിന്നൊരു മലക്കിറങ്ങുന്നൊരു കാണുകയാണ്. ഇറങ്ങി വന്നിട്ടൊരൊറ്റ വിളിയാണ്, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, ഖുബൂലി അഖ്ദി ഉജൂരിക്കും, നിങ്ങളെ പ്രതിഫലം വാങ്ങാൻ എഴുന്നേറ്റോളൂ. ഖബറുകളതാ പൊട്ടുന്നു, പലരും എഴുന്നേറ്റ് വരുന്നു, പലരെയും കാണുന്നില്ല. കുറച്ചതാ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു, വരുന്നു. ഒരുപാട് ജനങ്ങൾ കൂടിയിട്ട് വലിയ മയ്യിത്ത് നിസ്കാരം നടന്ന നാട്ടിലെ സയ്യിദായ നേതാവായ ദക്വാൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, സ്വർണത്തിന്റെ ആഭരണങ്ങളുണ്ട്, വലിയ പവറോടുകൂടെയാണ് വരുന്നത്, മുത്തും പവിഴവുമൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ കുറെ ചെറുപ്പക്കാര് കുട്ടികളും ഖബറിലേക്ക് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് വലിയ അന്തസ്സോടെ വരുന്ന മഹാൻ അപ്പോഴതാ ഒരു മലക്ക് വിളിക്കുന്നത്, ഇയാളൊരു തഖ്വയുള്ള ഭക്തന്മാരായ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഫബിനദറത്തിൻ വാഹിദത്തിൻ വസലത് ഇലൈഹിൽ മിഹനു വൽ ബൽവാ, ഇദ്ദേഹം ഒരു നോട്ടം, ഹറാമായ നോട്ടം നോക്കിപ്പോയിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് വലിയ പരീക്ഷണം വന്നുപോയി. അതുകൊണ്ട് ഫംതസിലൂ ഫീഹി അംറൽ മൗലാ, രാജാവായ പടച്ചവന്റെ നിർദ്ദേശത്തിന് മലക്കുകളെ തയ്യാറാകണേ. പറഞ്ഞങ്ങ് തീരുമ്പോഴേക്ക് ജഹന്നമാകുന്ന നരകമെടുത്തോട്ട് വരുന്നു. ആ ജഹന്നമിൽ നിന്നതാ ഒരു വലിയ പാമ്പ് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി പുറത്തേക്ക് വരുന്നു. വന്നിട്ട് ആ മഹാനായ മനുഷ്യന്റെ മുഖത്തൊരൊറ്റ കൊത്തുകൊത്തുന്നു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ നല്ല മുഖമങ്ങ് കറുത്തുപോയി. വനാദാ, അവിടുന്ന് വിളി കേൾക്കുന്നു, യാ ദക്വാൻ, ഓ ദക്വാനേ, നീ വലിയ ഭക്തിയുള്ള ആള് തന്നെ. പക്ഷേ ലം യഖ്ഫഅനിൽ മൗലാ മിൻ അംരിക ശൈഉൻ, അതേ നിന്റെ ഒരു സംഗതിയും അല്ലാഹ് അറിയാത്തതില്ല കേട്ടോ. ഹാദിഹിൻ നഫ്ഖത്തു ബിതിൽകൻ നളറാ, ഈ ഒരു ഊത്തും കൊത്തുമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ നോക്കിപ്പോയ ഹറാമിന്റെ പേരിലാണ് കേട്ടോ. വലൗ സിത്ത ലസിദ്നാക്, അതേ കൂടുതൽ നോക്കിയിരുന്നുവെങ്കിൽ കൂടുതൽ കൊത്തും കിട്ടുമായിരുന്നു. ഓ സുഹൃത്തുക്കളെ, പടച്ച റബ്ബ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ തെറ്റുകൾ ചെയ്തവൾ ഖബറിലും മഹ്ശറിലും അതിനപ്പുറവും അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെയാണ് കേട്ടോ.